ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം പ്രിപ്പറേഷൻ വീഡിയോ, അതിൻ്റെ ടിപ്സ്, മെയിൻ ക്വസ്റ്റ്യൻസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ, ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ഇപ്പോൾ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കും. ഇന്ന് നമ്മൾ ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള നമ്മുടെ ജോഗ്രഫിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്? ഒരു UN ഡെഫിനിഷൻ നമ്മുടെ ടെക്സ്റ്റിലും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. UN ഡെഫിനിഷൻ നമ്മുടെ വീഡിയോയിലുണ്ട്. നിങ്ങൾ അതെടുത്ത് കാണുക, പഠിക്കുക. UN ഡെഫിനിഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നാച്ചുറൽ ആൻഡ് ആന്ത്രപ്പോളജിക് ഓർ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ദാറ്റ് കോസസ് ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന നാച്ചുറലും ഹ്യൂമൻ കോസസും എന്തൊക്കെയാണ്? അത് ക്ലാസിഫിക്കേഷൻ നടത്താം. നാച്ചുറൽ കോസസ്, ഹ്യൂമൻ കോസസ്, അങ്ങനെയോ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടലി അത് മുഴുവനോടെയോ നിങ്ങളത് പഠിച്ചോണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ദിസ് ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ഹ്യൂമൻ ലൈഫ്? ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ ഹ്യൂമൻ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു? കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് 1 by 1 ആയിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് തന്നെ പഠിച്ചു വെക്കുക. ഹൗ ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ഹ്യൂമൻ ലൈഫ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ അതിനകത്ത് വരുന്ന 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനായിട്ട് ഇത് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ചോദിക്കാം. നമ്മൾ അതിനെ അവഗണിക്കരുത്. കാരണം ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന, ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന 2 കാര്യങ്ങളാണ്, 2 ഫിനോമിനൻസാണ്. അതുകൊണ്ട് തന്നെ അതെന്താണെന്നൊന്ന് നോക്കി വെച്ചോണം. അതൊരു ചെറിയ ക്വസ്റ്റ്യനായിട്ട് വരാം. ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും. അടുത്തതായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ഇൻ്റർവെൻഷൻസ് നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് ഇൻ്റർനാഷണലി നടന്ന കുറേ കോൺഫറൻസുകളുടെ നെയിമും അത് നടന്ന വർഷവും അത് നടന്ന സ്ഥലവും അവരുടെ ഇൻ്റർവെൻഷൻ എന്താണെന്നും നമുക്ക് കോളങ്ങളായിട്ട് ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ടിലെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, പാരീസ് കോൺഫറൻസ് ഒന്ന് പഠിച്ചോണം. G20 ഒന്ന് പഠിച്ചോണം. G20. ഓക്കെ. പാരീസ് കോൺഫറൻസും G20യും. അതിനകത്ത് G20 ഞാൻ പറയാൻ കാരണം അതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്, നമ്മുടെ രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻ്റർവെൻഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. പാരീസ് കോൺഫറൻസ്, G20. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ പ്രത്യേക പരിഗണന കൊടുത്ത് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് ടീച്ചർ ഈ പറഞ്ഞതെല്ലാം. അതുകൊണ്ട് എല്ലാവരും ആ ഭാഗം റിവിഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഡെവലപ്മെൻറ്റ് വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് എനേബിൾ സസ്റ്റൈനബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? നമുക്ക് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യണം. എന്തിനു വേണ്ടി? ഡെവലപ്മെൻറ്റിന് വേണ്ടി. പക്ഷേ ആ റിസോഴ്സസിനെ യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്താലേ നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് തടയിടാൻ പറ്റുള്ളൂ? സസ്റ്റൈനബിൾ. അതെന്താണെന്നൊന്ന് പഠിച്ചോണം. സസ്റ്റൈനബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതായത് റിസോഴ്സസിനെ നമ്മുടെ നേച്ചറിന് ദോഷം വരാത്ത രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് സസ്റ്റൈനബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറയുക. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നമ്മുടെ
വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അതെടുത്ത് പഠിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.